السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. മഖ്റജുകൾ അഥവാ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങളെക്കുറിച്ചാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും അൽ ഹുറൂഫുൽ മദ്ദിയ നീട്ടാനുള്ള അക്ഷരങ്ങളെക്കുറിച്ചു നാം പഠിച്ചു. അതേപോലെ അൽ ഹുറൂഫുൽ ഹൽഖിയ തൊണ്ടയിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങൾ, അൽ ഹുറൂഫുൽ ലിസാനിയ നാവിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങൾ, ഇവയെല്ലാം നാം പഠിച്ചു. ആ അക്ഷരങ്ങളൊക്കെ ഉച്ചരിച്ചു പരിശീലിക്കുന്ന രൂപത്തെക്കുറിച്ചൊക്കെ നാം വിവരിച്ചു. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് അൽ ഹുറൂഫു ഷഫവിയ അഥവാ ചുണ്ടിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങളുടെ മഖ്റജുകളെ കുറിച്ചാണ്. ഷഫത്ത് അഥവാ ചുണ്ട്. നമുക്ക് രണ്ട് ചുണ്ടുകളുണ്ട്, മേലെ ചുണ്ട്, താഴെ ചുണ്ട്. ഈ രണ്ട് ചുണ്ടിൽ നിന്നും രണ്ട് മഖ്റജുകൾ പുറപ്പെടുന്നു. ഏതൊക്കെയാണ് ആ മഖ്റജുകൾ? ഒന്നാമത്തെ മഖ്റജ് ഫാ, രണ്ടാമത്തെ മഖ്റജ് വാവ്, ബ, മീം. മദ്ദിയായ വാവല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഹർക്കത്ത് കൊടുത്തുകൊണ്ട് വ, വി, വു എന്നൊക്കെ ഉച്ചരിക്കുന്ന ആ ഹർഫ്. ഇങ്ങനെ രണ്ട് മഖ്റജുകളാണ് ചുണ്ടിൽ നിന്നും പുറപ്പെടുന്നത്. ഇനി ഈ രണ്ട് മഖ്റജുകളെ കുറിച്ച് നമുക്ക് വിവരിക്കാം. ആദ്യത്തെ ഹർഫ് ഫ. ഫാഇൻ്റെ മഖ്റജ് എവിടെയാണ്? താഴെ ചുണ്ടിൻ്റെ പള്ളയും മേലെ മുൻപല്ലുകളുടെ താഴ്ഭാഗവും. എങ്ങനെയാണ്? താഴെ ചുണ്ടിൻ്റെ പള്ളയും മേലെ മുൻപല്ലുകളുടെ താഴ്ഭാഗവും. നമുക്കൊന്ന് ഉച്ചരിച്ചു പരിശീലിക്കാം. ഫ, അഫ്, 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 ഫ, ഫി, ഫു, അഫ്, അഫ്, ഫൻ, ഫിൻ, ഫുൻ. അടുത്ത മഖ്റജ് വാവ്, ബ, മീം. ഈ മൂന്ന് ഹർഫുകളുമാണ്. ഈ മൂന്ന് അക്ഷരങ്ങളും ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്നതാണ് എന്ന് നാം മുമ്പ് പറഞ്ഞുവല്ലോ. പക്ഷേ ഈ മൂന്ന് ഹർഫുകളുടെയും ഉച്ചാരണത്തിൽ വ്യത്യാസമുണ്ട്. ആദ്യത്തെ ഹർഫായ വാവ് ഉച്ചരിക്കുമ്പോൾ രണ്ട് ചുണ്ടുകളുടെ നടുഭാഗം ഒരൽപ്പം വിടവുണ്ടാവണം. ഔ, വ, 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 വ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഉച്ചാരണ പരിശീലനത്തിലേക്ക് നമുക്ക് പിന്നീട് കടക്കാം. അടുത്ത ഹർഫായ ബ, മീം. ഈ രണ്ട് ഹർഫുകളും ഉച്ചരിക്കുമ്പോൾ രണ്ട് ചുണ്ടുകളും പൂർണ്ണമായി ചേർന്നിരിക്കണം. അം, അം, ബ, അബ്, അബ്. മീമിൽ വാവിലുള്ളതിനേക്കാൾ ശക്തമായി ചേർന്നിരിക്കുന്നതാണ്. ഇനി ഈ മൂന്ന് ഹർഫുകളും നമുക്ക് ഉച്ചരിച്ചു പരിശീലിക്കാം. ഒന്നാമത്തെ ഹർഫ് വാവ്, ഔ, 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 വ, 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 വി, വു, ഔ, വൻ, വിൻ, വുൻ. രണ്ടാമത്തെ ഹർഫ് ബ, അബ്, 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 അബ്. ഇവിടെ
അബ് എന്ന് പറയാൻ പാടില്ല, കാരണം ബായിലൊരു പ്രത്യേക സിഫത്തുണ്ട്, ഖൽഖല. ആ ഒരു സിഫത്ത് കൊടുത്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അബ് എന്നല്ല, അബ് അബ് അബ്. ബ ബി ബു അബ്. ബൻ ബിൻ ബുൻ അബ്. അടുത്ത ഹർഫ് മീം. അം 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 അം. മ മി മു അം അം അം. ഇതേപോലെ നിങ്ങൾ ഒരുപാട് തവണ ഉച്ചരിച്ചു പരിശീലിക്കണം. ഇനി നാം പഠിക്കുന്നത് തരിമൂക്കിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങളുടെ മഖ്റജുകളെ കുറിച്ചാണ്. അൽ ഹുറൂഫുൽ ഖൈശൂമിയ, തരിമൂക്കിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങൾ. തരിമൂക്ക് എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ അങ്ങേയറ്റത്തുള്ള ഒരു ഭാഗമാണല്ലോ തരിമൂക്ക്. അവിടെ നിന്നും 2 ഹർഫുകൾ പുറപ്പെടുന്നു. അതായത് ഉന്നത്ത് ചെയ്തുകൊണ്ട് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുന്ന മീം നൂൻ. മ മി മു ന നി നു എന്നൊക്കെ ഹർക്കത്ത് കൊടുത്തുകൊണ്ട് ഉച്ചരിക്കുന്ന മീമും നൂനും അല്ല, അതിൻ്റെ മഖ്റജല്ല. അതിൻ്റെ മഖ്റജ് മുമ്പ് നാം പറഞ്ഞതാണ്, പഠിച്ചതാണ്. ഉന്നത്ത് ചെയ്തുകൊണ്ട് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുന്ന നൂൻ മീം, അതായത് ഇഖ്ഫാ ചെയ്യുമ്പോഴുള്ള നൂനും മീമും, അതേപോലെ ഉന്നത്തോടെ ഇദ്ഗാം ചെയ്യുമ്പോഴുള്ള നൂനും മീമും. ഉദാഹരണം, ഇഖ്ഫാ ചെയ്യുന്നതിൻ്റെ ഉദാഹരണം അൻതും അൻതും മിൻ ശർരി മാ ഖലഖ. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇദ്ഗാം ചെയ്യുന്ന ഉദാഹരണം അമ്മാ മൻ ഇസ്തഗ്നാ ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. മീം ഇവിടെ ഷദ്ദുള്ള ഉന്നത്തോടുകൂടെ ഉച്ചരിക്കുന്ന മീമാണ്. അതേപോലെ തന്നെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, അന്ന ഷദ്ദുള്ള നൂന്. അപ്പോൾ ചോദിക്കും, ഇവിടെ അന്ന മിന്ന അമ്മ എന്നൊക്കെ പറയുമ്പോഴുള്ള ആ മീം ഷദ്ദുണ്ട്, അവിടെ ഉന്നത്തുണ്ട്, അതേപോലെ മീമിൻ്റെ മഖ്റജും ഉണ്ടല്ലോ എന്നൊരു ചെറിയൊരു സംശയമുണ്ട്. അതിനുള്ള മറുപടി, പക്ഷേ ഇവിടെ കൂടുതൽ പ്രവർത്തനം നടക്കുന്നത് ഉന്നത്താണ്, തരിമൂക്കാണ്. അതിനാൽ നാം ഇതിൻ്റെ മഖ്റജ് പറയുമ്പോൾ തരിമൂക്ക് എന്നാണ് പറയേണ്ടത്. സത്യത്തിൽ ഇവിടെ മീമിൻ്റെയും നൂൻ്റെയും മഖ്റജ് ഉണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ പ്രവർത്തനം നടക്കുന്നത് തരിമൂക്കാണ്. അതിനാൽ ഇതിൻ്റെ മഖ്റജ് പറയുമ്പോൾ തരിമൂക്ക് എന്നാണ് പറയേണ്ടത്. ഈ പറഞ്ഞതിൻ്റെ ആകെ തുക മഖ്റജുകളിൽ അവസാനത്തെ മഖ്റജ് തരിമൂക്കിൽ നിന്നും പുറപ്പെടുന്ന മീം നൂൻ, ഈ 2 ഹർഫുകളുടെയും മഖ്റജ് തരിമൂക്കാണ്. ഇന്ന് നാം 3 മഖ്റജുകൾ പഠിച്ചു. 1 ഫ. എവിടെ നിന്നാണ് ഫ ഉച്ചരിക്കേണ്ടത്? ഫായിൻ്റെ മഖ്റജ് എവിടെയാണ്? താഴെ ചുണ്ടിൻ്റെ പള്ളയും മേലെ മുൻപല്ലുകളുടെ താഴ്ഭാഗവും. പിന്നെ നാം ഇന്ന് പഠിച്ചത് വ ബ മീം എന്നീ 3 ഹർഫുകളുടെയും മഖ്റജാണ്. ഇതിൽ വാ ഉച്ചരിക്കുമ്പോൾ 2 ചുണ്ടുകളുടെയും നടുഭാഗം അല്പം വിടവുണ്ടാവുകയും ബ മീം ഈ 2 ഹർഫുകൾ ഉച്ചരിക്കുമ്പോൾ 2 ചുണ്ടുകളും പൂർണ്ണമായി ചേർന്നിരിക്കുന്നതുമാണ്. എന്നാൽ ബായിൽ മീമിൽ ചേരുന്നതിനേക്കാൾ കൂടുതൽ ചേർന്നിരിക്കുന്നതാണ്. അവസാനമായി നാം ഇന്ന് പഠിച്ചത് തരിമൂക്കിൽ നിന്നും പുറപ്പെടുന്ന നൂൻ മീം. ഇവ രണ്ടും പുറപ്പെടുന്നത് തരിമൂക്കിൽ നിന്നാണ്. ഇങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുന്ന ഈ മീം നൂൻ ഇവക്ക് ഹുറൂഫുൽ ഉന്നയുടെ ഹർഫുകൾ എന്ന് പറയപ്പെടുന്നു. ഇതോടെ മഖ്റജ് എന്ന വിഷയം ഇവിടെ അവസാനിക്കുകയാണ്. തജ്വീദ് എന്ന വിഷയത്തിൽ മർമ്മപ്രധാനമായ ഒരു പഠനമാണ് മഖ്റജ് പഠനം. അതിൽ നാം ആദ്യമായി പഠിച്ചത് അൽ ഹുറൂഫുൽ മദ്ദിയായ ഹർഫുകളെക്കുറിച്ച് നാം പഠിച്ചു. അവകൾ ഉച്ചരിക്കുന്ന രൂപം നാം കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു. ശേഷം നാം പഠിച്ചത്
അൽ ഹറൂഫുൽ ഹൽക്കിയ തൊണ്ടയിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങളെക്കുറിച്ചായിരുന്നു. പിന്നെ നാം അൽ ഹറൂഫുൽ ലിസാനിയ നാവിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങളെക്കുറിച്ച് പഠിച്ചു. ശേഷം നാം അൽ ഹറൂഫു ഷഫവിയ ചുണ്ടിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങളും നാം പഠിച്ചു. അവസാനമായി അൽ ഹറൂഫുൽ ഖൈശൂമിയ തരിമൂക്കിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങളും നാം പഠിച്ചു. ഈ അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കുന്ന രൂപം, പരിശീലിക്കുന്ന രീതി എല്ലാം നാം വിവരിച്ചതാണ്. അതിനാൽ കൃത്യമായി വീണ്ടും നിങ്ങൾ ആ ഭാഗങ്ങളൊക്കെ നോക്കണം, വായിക്കണം, പഠിക്കണം, പരിശീലിക്കണം. അക്ഷരങ്ങളൊക്കെ നല്ല സ്ഫുടതയോടെ ഓരോ അക്ഷരങ്ങളും നാം ഈ പഠിച്ച ആ മഖ്റജ് അടിസ്ഥാനത്തിൽ തന്നെ ഉച്ചരിച്ചു നമ്മുടെ ഖിറാഅത്തിൽ നാം പെടുത്തണം. നാം ഇന്ന് പഠിച്ച ഈ പാഠത്തിലെ തംരീൻ പരിശീലനം നിങ്ങൾ തന്നെ നോക്കുക. നാം ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അതിലുള്ളത്, അവ നിങ്ങൾ പഠിച്ചതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ കലാമായ ഖുർആൻ ഷരീഫ് തെറ്റുകൂടാതെ അതിൻ്റെ ഹക്കനുസരിച്ച് തജ്വീദനുസരിച്ച് ഓതി പഠിക്കാൻ, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും അവൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.